എല്ലാവർക്കും നമസ്കാരം. മീനക്കുറുകാരുടെ 2026 ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ നോക്കാം. 12ാം ഭാവമായ കുംഭരാശിയിൽ ഈ മാസം രാഹുവിനൊപ്പം സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും ചേരാൻ പോവുകയാണ്. 12ാം ഭാവത്തിൽ ഇത്രയും ഗ്രഹങ്ങൾ കൂടുമ്പോൾ വിപരീത രാജയോഗം ഉണ്ടാകുമോ, അതോ കയ്യിലെ പണം വെള്ളം പോലെ ഒഴുകിപ്പോകുമോ, വിദേശത്ത് പോകാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ജന്മശനി കാരണം രാവിലെ എഴുന്നേൽക്കാനും ജോലിക്ക് പോകാനും മടി തോന്നും. 12ൽ ഗ്രഹങ്ങൾ കൂടുന്നത് കൊണ്ട് ചിലർക്ക് ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലിഭാരവും അധികരിക്കും. 12ാം ഭാവം വിദേശത്തെയും സൂചിപ്പിക്കുന്നതിനാൽ അവിടെ രാഹുവിനൊപ്പം 4 ഗ്രഹങ്ങൾ ചേരുന്നത് വിദേശയാത്രയ്ക്ക് ഏറ്റവും അനുകൂലമാണ്. അതേസമയം ഫെബ്രുവരി 6 മുതൽ ശുക്രൻ 12ൽ നിൽക്കുന്നതുകൊണ്ട് ആഡംബര വസ്തുക്കൾ വാങ്ങാൻ പണം ചിലവാകും. യാത്രകൾക്കായി വലിയ തുക മാറ്റിവെക്കേണ്ടി വരും. അതുകൊണ്ട് കയ്യിൽ പണം വന്നാൽ സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കുന്നതാണ് നല്ലത്. 4ലെ വക്രവ്യാഴം കാരണം വീട്ടിലെ അന്തരീക്ഷം അത്ര സുഖകരമാകില്ല. ബന്ധുക്കൾ കുറ്റപ്പെടുത്താനും സാധ്യതയുള്ള സമയമാണിത്. ഫെബ്രുവരി 23 മുതൽ 12ൽ രാഹുവും ചൊവ്വയും നിൽക്കുന്നത് കൊണ്ട് ഉറക്കക്കുറവ്, ദുസ്വപ്നങ്ങൾ എന്നിവ അലട്ടും. ചിലർക്ക് ആശുപത്രിവാസമോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചെലവുകളോ വരാൻ സാധ്യതയുണ്ട്. ഇനി നക്ഷത്രഫലങ്ങളെ നോക്കാം. പൂരിട്ടാ നാളുകാർക്ക് വീട് പണിയിൽ തടസ്സങ്ങളുണ്ടാകും. ദൂരയാത്രകൾ ഗുണം ചെയ്യും. ഉത്രട്ടാ നാളുകാർക്ക് ശാരീരിക ക്ഷീണം അനുഭവപ്പെടും. ഫെബ്രുവരി 3 മുതൽ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന രേവതി നാളുകാർക്ക് വിസ ലഭിക്കും. ജന്മശനിയുടെ ദോഷം മാറാൻ ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുപായസം വഴിപാട് നടത്തുന്നതും 12ലെ ഗ്രഹദോഷം മാറാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 ഫെബ്രുവരി മാസം മീനക്കുറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.